സുഡാനിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തുന്നത് വംശഹത്യയെന്ന് അമേരിക്ക. സുഡാനിലെ RSF തലവനെതിരെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ആരോപണം. സുഡാനിൽ 20 മാസമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തിലെ സായുധ സേനയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് സുഡാനിൽ നടക്കുന്നത്. 2 വർഷത്തോളമായി നടക്കുന്ന ഈ ആഭ്യന്തര യുദ്ധത്തിൽ 1.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അമേരിക്ക കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത്. ജനം പട്ടിണിയിലാണെന്നും ഇവർക്ക് ഭക്ഷണവും മെഡിക്കൽ സഹായങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്ന് US വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുഡാനിൽ RSFനെതിരെ അമേരിക്ക രംഗത്തെത്തുന്നത്. സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവനായ മുഹമ്മദ് ഹംദൻ ദഗ്ലോയ്ക്ക് നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അമേരിക്ക ഉന്നയിച്ചത്. വംശഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ഹെമത്തി എന്നറിയപ്പെടുന്ന ഡഗ്ലോ ചെയ്തുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. എന്നാൽ ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവനയെ തള്ളി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് രംഗത്തെത്തി. അമേരിക്കയുടേത് ഇരട്ടത്താപ്പ് നയമാണെന്നും ബൈഡൻ ഭരണകൂടം സുഡാനിലെ പ്രതിസന്ധിയെ അവഗണിക്കുകയായിരുന്നുവെന്നും RSF പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.